Hi, Namaste. Welcome back to my channel. Welcome back to WinTrader. Trading like വരുന്ന beginnersന് ഏത് പോയിന്റിൽ ചെയ്യണം, എങ്ങനെ ചെയ്ത് ഞാൻ പ്രോഫിറ്റ് കിട്ടും, ഏത് സ്റ്റോക്ക് എടുക്കുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ഒരു പ്രോഫിറ്റിലേക്ക്, അതായത് മോർണിംഗിൽ പെട്ടെന്ന് തന്നെ ഒരുപാട് സമയമില്ലാതെ നമുക്ക് ആക്ച്വലി ഒരു ക്വിക്ക് ആക്ഷൻ പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി എന്താണ് എന്നുള്ളതൊന്നും ആർക്കും അറിയത്തില്ല ആക്ച്വലി. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് മാർക്കറ്റ് ഏത് രീതിയിൽ പോയാലും, അതായത് ബൈ സൈഡ് പോയിക്കോട്ടെ മാർക്കറ്റ് താഴോട്ട് പോയിക്കോട്ടെ, അപ്പം നമുക്ക് പ്രോഫിറ്റ് മാത്രം നേടാനുള്ള ഒരു എളുപ്പ വഴി നമ്മുടെ സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെറും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്ക് കറക്റ്റ് രീതിയിൽ നമുക്ക് ആക്ച്വലി മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാനും ഏത് സ്റ്റോക്കിൽ അതായത് മൊമെൻറ്റുള്ള ഏത് സ്റ്റോക്ക് എടുത്തോട്ട് നമുക്ക് കറക്റ്റായിട്ട് മൊമെൻറ്റ് പിക്ക് ചെയ്യാനും സാധിക്കും. അപ്പം അത് എങ്ങനെയാണെന്നാണ് നമുക്ക് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പം മോർണിംഗിൽ തന്നെ എങ്ങനെ നമുക്കൊരു ക്വിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം, അതായത് എങ്ങനെ പോയാലും. ഇപ്പം എക്സാമ്പിൾ ഇന്ന് രാവിലെ കാണിച്ചിരുന്ന ബാങ്ക് നിഫ്റ്റിയിലൂടെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇന്ന് രാവിലെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഫുള്ള് കൺസോളിഡേഷൻ ആയിരുന്നു. അതായത് കൺസോളിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രോഫിറ്റ് പോലും ആക്ച്വലി കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഇന്ന് ബാങ്ക് നിഫ്റ്റി ഉണ്ടായിരുന്നു. പക്ഷേ നിഫ്റ്റി അങ്ങനെയല്ല, നിഫ്റ്റി പ്രോഫിറ്റിലായിരുന്നു. നിഫ്റ്റി ആക്ച്വലി നല്ലൊരു ട്രെൻഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ രാവിലെ ഒരു ചെറിയ ഹൈക്ക് കയറിയതല്ലാണ്ട് നമുക്ക് ആക്ച്വലി അതിൽ നിന്നൊരു പ്രോഫിറ്റ് കിട്ടാൻ പറ്റില്ല. അപ്പം ഇതുപോലത്തെ മാർക്കറ്റിലും നിങ്ങൾക്ക് ആക്ച്വലി എങ്ങനെ പ്രോഫിറ്റ് നേടാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യണം. ഞാൻ സീമ കൃഷ്ണ. അപ്പം നിങ്ങൾക്കൊരു ലൈവ് ഡെമോൺസ്ട്രേഷൻ ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനു വേണ്ടി നിങ്ങൾക്ക് കോൾ വിളിക്കേണ്ട നമ്പർ 8139039994. ഫസ്റ്റ് ഞാൻ നിഫ്റ്റിയിൽ തന്നെ തുടങ്ങാം. ഫസ്റ്റ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ചാർട്ട് കാണിച്ചിരിക്കുന്ന ഇൻഡെക്സിൻ്റെ ചാർട്ടാണ്. ആക്ച്വലി ഇത് ക്യാഷാണ്. അപ്പോൾ അതിനകത്ത് റേറ്റ് നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഇന്നിപ്പം നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റിയിൽ നല്ല ട്രെൻഡ് കിട്ടിയിരുന്നു. ആക്ച്വലി കൺസോളിഡേഷൻ ആയിരുന്നു. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും രണ്ട് ട്രെൻഡായിരുന്നു ഇന്ന്. പക്ഷേ നിഫ്റ്റിയിൽ രാവിലെ തന്നെ ഒരു നല്ല പ്രോഫിറ്റിലേക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്ത് ഇറങ്ങാനും സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ഇത്ര മാത്രം നോക്കിയാൽ മതി. അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ തരുന്ന റെസിസ്റ്റൻസും സപ്പോർട്ടാണ് ബ്ലൂ കളർ സ്റ്റാർ, ഇത് റെസിസ്റ്റൻസ്, ഇത് രണ്ടിൻ്റെയും ഹെൽപ്പോടുകൂടി നല്ല സുഖമായിട്ട് ഒരു ബെസ്റ്റ് ട്രേഡ് നിങ്ങൾക്ക് മോർണിംഗിൽ തന്നെ എടുക്കാൻ സാധിക്കും. സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നല്ല രീതിയിൽ നമുക്ക് ആക്ച്വലി ചെയ്യാനും പറ്റും. പക്ഷെ അത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയും ട്രെൻഡിങ് ബാങ്ക് നിഫ്റ്റി ഇത്രയും അതായത് കൺസോളിഡേഷൻ മാർക്കറ്റിലും രാവിലെ ഞാനിവിടുന്ന് ക്ലയൻസിൻ്റെ പൊസിഷൻ സ്വയം ഇട്ട് കൊടുത്തിട്ട് 41,500 കോൾ ഇട്ടിട്ട് അവർ ഓൾറെഡി 2,500 റുപ്പീസ് ഏൺ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് രാവിലെ തന്നെ മോർണിംഗിൽ. ഓക്കെ, അപ്പം ഇത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം നിങ്ങൾ ആക്ച്വലി ഫുള്ള് വീഡിയോ വാച്ച് ചെയ്യണം, ഫുള്ള് ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യാൻ നോക്കരുത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഇപ്പം ബിഗിനേഴ്സിന് ഇപ്പം ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയാം, കോർണറിൽ കാണാം. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ബാർ ചാർട്ടാണ്. എക്സ്ട്രാ കളേഴ്സ് കാണുന്ന സൈഡ് വേസ്. ഇതിനകത്ത് റെഡ് കളർ സ്റ്റാർ സെൽ ട്രെൻഡ് ആണ്, ഗ്രീൻ കളറാണ് ബൈ ട്രെൻഡ്. ഇതിനകത്ത് ഈ കൊടുത്തിരിക്കുന്ന റെഡ് കളർ സ്റ്റാറാണ് റെസിസ്റ്റൻസ്, ഇതാണ് സപ്പോർട്ട്. അപ്പം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലേക്കായിരിക്കും. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ ക്യാൻഡിൽ ഫോം ആവും. അതായത് ക്യാൻഡിൽ വരുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി അതിൻ്റെ മുകളിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും ഓരോന്നിനും ഫോം ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് സിഗ്നൽസ് വരുമ്പോൾ അതിൻ്റെ അലേർട്ട് കിട്ടും. അതിൻ്റെ ഡീറ്റെയിൽസ് മുകളിലും താഴെയും ഉണ്ടാവും. ലേറ്റസ്റ്റ് സിഗ്നലിൻ്റെ ഡീറ്റെയിൽസ് ആണ് മുകളിലും താഴെയും കൊടുക്കുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇത് വന്നിരിക്കുന്ന ബൈ സിഗ്നലാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ എൻട്രി പോയിന്റ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ടാർഗറ്റ്. അപ്പോൾ രാവിലെ വന്ന 9:20 ബൈ സിഗ്നൽ നമ്മൾ തേർഡ് ക്യാൻഡിൽ നമുക്ക് ധൈര്യമായിട്ട് പൊസിഷൻ എടുക്കാമെന്ന്. കാരണം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന പോയിന്റ് പിടിച്ചിട്ട് എടുത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു നേരെ ഹൈക്ക് തന്നെയായിരിക്കും പോകുന്നത്. അപ്പോൾ മാർക്കറ്റിൽ മോർണിംഗിൽ തന്നെ നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കും മാർക്കറ്റ് മേളിലേക്ക് പോകുന്നത്. വെറും ഇതിനകത്ത് വെറും നമുക്ക് ആക്ച്വലി ക്യാൻഡിലിൻ്റെ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും ഇത് നോക്കുക, അതേപോലെ റെസിസ്റ്റൻസ് സപ്പോർട്ടും നോക്കുക, പിന്നെ ക്യാൻഡിലിൻ്റെ എക്സ്ട്രാ കളർ, പിന്നെ ഈ ട്രെൻഡ് ലൈൻ, ഇത് മാത്രം നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു സുഖമായിട്ടൊരു നല്ല പ്രോഫിറ്റബിൾ ട്രേഡ് എടുത്ത് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇന്ന് ടോട്ടൽ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ അപ്രോക്സിമേറ്റ് നമുക്ക് ഒരു 17,811 നിന്ന് നമുക്ക് പോർഷൻ എടുത്തിരുന്നെങ്കിൽ 875 വരെ പോയി കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരു ചെറിയ ഡൗൺ ട്രെൻഡ്, ഈ ട്രെൻഡ് ലൈൻ ഒരു ശകലം ഡൗൺ ആവുന്ന സിറ്റുവേഷൻസ് വേണമെങ്കിൽ നമുക്ക് ഒരു ചെറിയ പോയിന്റേഴ്സ്, അതായത് കുറച്ച് ഒരുപാട് പേഷ്യൻസ് ഒക്കെ ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് ഇവിടെ കട്ട് ചെയ്തിട്ട് രണ്ടാമത് ഇവിടെ തിരിഞ്ഞ് കയറുമ്പോൾ രണ്ടാമതൊരു പോർഷൻ എടുക്കാവുന്ന സമയമാണ്. അങ്ങനെ 2 എൻട്രി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് മാർക്കറ്റ് കുറച്ച്, അതായത് ഉച്ച കഴിഞ്ഞ ശേഷം വലിയ മൊമെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് അപ്രോക്സിമേറ്റ് ഒരു 12 മണിക്ക് ശേഷം മാർക്കറ്റ് ഭയങ്കര കൺസോളിഡേഷൻ, അതായത് ബ്രേക്ക് ചെയ്യുന്ന മുകളിലേക്കും പോകുന്നില്ല താഴോട്ടും വരുന്നില്ല, അതൊരു സിറ്റുവേഷൻസിൽ നിൽക്കുമായിരുന്നു. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ കാണാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയിൽ പക്ഷേ ഇവിടെ ഒരു ചെറിയ ഡൗൺ ട്രെൻഡ് ഉണ്ട്. അത് അല്ലാതെ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് നേടാനായിട്ട് ഇതിനകത്തേക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പക്ഷേ രാവിലെ ഇതിനകത്തൊരു നല്ലൊരു ട്രെൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് റെസിസ്റ്റൻസ് രാവിലെ ഇന്നലെ പോയ ബൈയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്തു. ആ പോർഷനിൽ 17,767 ബ്രേക്ക് ചെയ്തു. അപ്പോൾ 500 കോള് നമുക്ക് എടുക്കാം. അപ്പം അത് നേരൊരു ഹൈക്ക് പോയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് നല്ലൊരു ഹൈക്ക് 913 വരെ പോയിട്ടുണ്ടായിരുന്നു. നല്ലൊരു പ്രോഫിറ്റ് അവിടെ നമുക്ക് സുഖമായിട്ട് ഏൺ ചെയ്യാനായിട്ടുള്ളൊരു പറ്റിയൊരു പ്രൊവിഷൻ അതിൻ്റെ അത് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്നത്തെ ട്രെൻഡിങ് സ്റ്റോക്കുകൾ അഡാനി എൻ്റർപ്രൈസ് രാവിലെ വരുന്ന ട്രെൻഡിങ് സ്റ്റോക്കുകൾ ഞാൻ കണ്ടുപിടിക്കുന്ന സ്കാനറാണ് ഞാനിവിടെ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആക്ച്വലി എൻ്റെ ഒരു വോളിയം സ്റ്റോക്ക്, അതായത് ഞാൻ അഡാനി, പോർട്സ്, എൻ്റർപ്രൈസ്, പിന്നെ ഇതേപോലെ TCS, ടാറ്റ മോട്ടോഴ്സ്, കെമിക്കൽസ്, ഇത് മൂന്നും, പിന്നെ അതേപോലെ തന്നെ മാരുതി നോക്കും, പിന്നെ റിലയൻസ്. അപ്പോൾ ഈ ട്രെൻഡിങ് സ്റ്റോക്കുകൾ ഇത് ഡെയിലി എൻ്റെ വാച്ച് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്ന സ്റ്റോക്കുകളാണ്. ഇത് മാത്രം ആഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നോക്കാറുള്ളൂ. അപ്പം ഇതിനകത്ത് എന്താണെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഇപ്പോൾ അഡാനി എൻ്റർപ്രൈസ് നോക്കുകയാണെങ്കിൽ രാവിലെ തന്നെ ഒരു 70 പോയിന്റ്സ് അടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. അത്രയും ട്രെൻഡ് ഉണ്ടായിരുന്നു. 3 ദിവസം ഹോൾഡ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നവർക്ക് നല്ലൊരു എന്താണെന്ന് പറഞ്ഞാൽ, അതായത് അഡാനി നല്ലൊരു ഇറക്കത്തിൽ നന്നായിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ച് ഭയങ്കര ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്ക് അഡാനിയിൽ നല്ല മൊമെൻ്റാണ്. ഡെയിലി വാച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ്. സെൽറ്റൻ്റെ ആയിക്കോട്ടെ, ബൈറ്റൻ്റെ ആയിക്കോട്ടെ, നമുക്ക് പ്രോഫിറ്റ് നേടുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ആ പ്രോഫിറ്റിലേക്ക് നമുക്ക് നേടാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ് അഡാനി. അപ്പോൾ ഇതിനകത്തും രാവിലെ ഒരു നല്ല ട്രെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ടോട്ടൽ നോക്കുകയാണെങ്കിൽ 198 പോയിന്റ്സ് അപ്പ് ട്രെൻഡിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഒരു സ്വിംഗ് ട്രേഡിങ്ങിലൊക്കെ ഒരു 1 വീക്കൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നവർ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു 653 പോയിന്റ്സ് നമുക്ക് ഓൾറെഡി മാർക്കറ്റ് അപ്പ് ട്രെൻഡിലേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ആക്ച്വലി ബജാജ് ഫിനാൻസും അതേപോലെ തന്നെയാണ്. ഇതും കുറച്ച് ദിവസമായിട്ട് അപ്രോക്സിമേറ്റ് ആയിട്ട് നല്ലൊരു ബൈ ട്രെൻഡിലേക്ക് പോകുന്നൊരു സ്റ്റോക്കാണ്. അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്രോക്സിമേറ്റ് ബൈ സിഗ്നൽ വന്നിരിക്കുന്ന ഒരു 9:30 ആക്ച്വലി 3-ാം ദിവസം, അതായത് ഫെബ്രുവരി 3 ഒരു അപ് ട്രെൻഡ് പോയിരിക്കുന്നതാണ്. ആ അപ് ട്രെൻഡ് കണ്ടിന്യൂസ് ആയിട്ട് 498-500 പോയിന്റ്സ് അപ് ട്രെൻഡിലേക്ക് പോയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല ഹ്യൂജ് ഹൈക്ക് പോയിട്ടുണ്ട് ബജാജ് ഫിനാൻസിൽ. അതേപോലെ തന്നെ റിലയൻസിലും ഇന്ന് നല്ലൊരു ട്രെൻഡ് മോർണിംഗിൽ തന്നെ നല്ലൊരു പ്രോഫിറ്റ് നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് ഒരു 40 പോയിന്റ്സിനടുത്ത് ഇന്നത്തെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് റിലയൻസ് രാവിലെ തന്നെ. ബൈ സിഗ്നൽ 9 രൂപ തന്നതാണ്. അത് ഇതുവരെ ബൈ ട്രെൻഡിങ് കണ്ടിന്യൂ ആണ്. ഇപ്പോഴാണ് താഴെ ഇറങ്ങാൻ നോക്കുന്നത്. ഈ സൈഡ് വേസ് ക്യാൻഡിൽ കാണിച്ചിരിക്കുന്നത്, അതായത് കളർ ചേഞ്ച് കാണിച്ചിരിക്കുന്ന സൈഡ് വേസ് ആണ്. ഓക്കെ, അപ്പം ഇതുപോലത്തെ ട്രെൻഡിങ് സ്റ്റോക്കിൽ നിങ്ങൾക്കും ആക്ച്വലി മോർണിംഗിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. വെറും സ്കാനർ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതിനകത്ത് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാവുന്ന വോളിയം സ്റ്റോക്കിൽ ഞാൻ തന്നെ ഗൈഡ് ചെയ്ത് തരാം. ആ വോളിയം സ്റ്റോക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അതിനകത്തൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് എന്തായാലും ഉറപ്പാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഈ വോളിയം കേൾക്കുന്ന അഡാനി എൻ്റർപ്രൈസിന് ഒരു റീഎൻട്രി ടാർഗറ്റ് അവിടെ തന്നിരുന്നത് ഹിറ്റായി. നമുക്ക് ഇടയ്ക്ക് റീഎൻട്രി തന്നിരുന്ന ടാർഗറ്റ് അവിടെ ഹിറ്റായിട്ടുണ്ട്. അതാണ് ഇവിടെ ഈ ഇങ്ങനെ ബെൽ സൗണ്ടോടുകൂടി കാണിക്കുന്നത്. ഓക്കെ, അതേപോലെ ഞാൻ ഇന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെ മൊമെൻറ്റും കൂടെ കാണിച്ചു തരികയാണ്. ക്രൂഡ് ഓയിലിൽ ഇപ്പോൾ ഇന്നത്തെ മൊമെൻറ്റ് നോക്കി കഴിഞ്ഞാൽ ഇന്നിപ്പം ടോട്ടൽ ബൈ സിഗ്നലായിരുന്നു. അതായത് മോർണിംഗിൽ ഇന്നിപ്പം ഇവിടുന്ന് ഓപ്പണായ തൊട്ട് ബൈ ട്രെൻഡാണ്. അപ്പം ലേറ്റസ്റ്റ് ബൈ സിഗ്നൽ ഇപ്പോൾ വന്നിരിക്കുന്ന അപ്രോക്സിമേറ്റ് 1 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ശേഷം 6410 ആക്ച്വലി ബൈ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് തന്നെ ധൈര്യമായിട്ട് എടുക്കുമായിരുന്നു. കാരണം നേരത്തെ വന്ന സെല്ല് കൺഫേംഡ് അല്ലാതെ മാർക്കറ്റ് തിരിഞ്ഞ് കയറിയതാണ്. അപ്പോൾ ഇവിടുന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നേരെ കയറിയിട്ടുണ്ട് മാർക്കറ്റ്. അപ്പം റെഡ് കളർ സ്റ്റാറാണ് റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്ത് നേരെ മാർക്കറ്റ് ബൈ ട്രെൻഡിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 62 പോയിന്റ്സ് നമുക്ക് ആക്ച്വലി പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈവനിങ്ങിൽ ആക്ച്വലി ചെയ്യുകയാണെങ്കിൽ ഒരു ഓപ്ഷൻസിലൊക്കെ നല്ല സുഖമായിട്ട് ഈ ക്രൂഡ് ഓയിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പം വെറും നമുക്ക് ഇതേപോലെ തന്നെ, അതായത് സ്ട്രാറ്റജി നമ്മൾ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസിൽ അപ്ലൈ ചെയ്യുന്ന അതേ സ്ട്രാറ്റജിയിൽ നമ്മൾ ചെയ്യുക. അതായത് ബൈ ട്രെൻഡ് വരുമ്പോൾ നമുക്ക് കൺഫേംഡ് ആയ ട്രെൻഡ് എവിടെ നിന്നാണോ അവിടെ നിന്ന് ഒരു 100 പോയിന്റ് പിന്നിലേക്ക് കോൾ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ അതിനകത്ത് നല്ലൊരു ആക്യുറസി ലെവൽ നമുക്ക് ആക്ച്വലി എന്തായാലും കിട്ടാണ്ടിരിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈ ട്രെൻഡ് കൺഫേംഡ് ആണെങ്കിൽ നേരെ ഈ ബ്രേക്ക് ഔട്ട് പോയി കഴിഞ്ഞാൽ നേരെ ഒരു ഹൈക്കിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് കോൾ ഓപ്ഷൻ എടുക്കുമ്പോൾ 6410 നിന്ന് ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 6300 കോൾ എടുക്കാം. ഒരു 20 പോയിന്റ്സ് ടാർഗറ്റ് വയ്ക്കുക. സ്റ്റോപ്പ് ലോസ് അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന അതേ സെല്ല് തന്നെ. ഇപ്പം 10-20 പോയിന്റ് ടാർഗറ്റ് കൊടുക്കണം. അതിന് ഡബിളായിട്ട് സെല്ല് കൊടുത്തിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം തിരിഞ്ഞ് പിന്നെയും കയറുന്നുണ്ട്, കണ്ടോ, റീ എൻട്രിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റ് പിടിച്ചിട്ട് ഇനിയും പിന്നെ എടുക്കാം. ആക്ച്വലി പിന്നെ ഒരു ഹൈക്കാണ് പോകുന്നത് മാർക്കറ്റ്. അപ്പോൾ ആ ലെവലിൽ നമുക്ക് കറക്റ്റായിട്ടൊരു നേരെ ഒരു 10 പോയിന്റ് മുകളിലേക്ക് എന്തായാലും പോകാണ്ടിരിക്കില്ല. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഡെമോ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസിനായിട്ട് വിളിച്ചാൽ മതി, ഞാൻ ഗൈഡ് ചെയ്ത് തരാം. ഓക്കെ.